ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ റോം ഹെർ ലൈഫ്. അപ്പം ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് സ്വിറ്റ്സർലാൻഡിലെ രണ്ടാമത്തെ വലിയ മറൈൻ തീർത്ഥാടന കേന്ദ്രമായ മറിയ സ്റ്റൈനിലേക്കാണ്. അപ്പം എന്താണ് മറിയ സ്റ്റൈൻ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് നമ്മൾക്ക് നോക്കാം. സ്റ്റൈൻ എന്നാൽ കല്ല് അല്ലെങ്കിൽ പാറ എന്നാണ് അർത്ഥം. അപ്പം മറിയ സ്റ്റൈൻ എന്ന് പറഞ്ഞാൽ മറിയയുടെ പാറ എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ ഞങ്ങൾ യാത്ര ചെയ്ത് മറിയ സ്റ്റൈനിലെത്തി. മറിയ സ്റ്റൈനിലെത്തുമ്പോൾ നമ്മൾ പാർക്കിങ്ങിന് പൈസ കൊടുക്കണം. അപ്പൊ അതിന് നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തെയാണ് നിങ്ങൾ കാണുന്നത്. അപ്പൊ എന്താ, നമ്മൾ അവിടെ എത്തിയതിന് ശേഷം കുഞ്ഞിനെ എടുക്കുകയാണ് കേട്ടോ. ഇതാ ഞാൻ പ്രകൃതി ഭംഗി, ഇതാ പ്രകൃതി രമണീയമായ ഒരു മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ മറിയ സ്റ്റൈൻ എന്ന് പറയുന്നത്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലെ? അപ്പം ഞങ്ങള് ഇന്ന് നിങ്ങളെ എന്താണ് ഈ മറിയ സ്റ്റൈൻ്റെ ഹിസ്റ്ററി എന്നുള്ളതൊക്കെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, മറിയ സ്റ്റൈൻ ഒരു പള്ളി മാത്രമല്ല, അത് പാറക്കെട്ടിൽ നിന്നും ആരംഭിച്ച ഒരു അത്ഭുതത്തിന്റെ കഥയാണ്. നിരവധി യുദ്ധങ്ങളും നിരോധനകളും അതിജീവിച്ച ഒരു മനോഹരമായ പള്ളി. ഇന്നും ആയിരങ്ങൾക്ക് ആശ്വാസത്തിനും ശാന്തിക്കും വിശ്വാസത്തിനും സമാധാനത്തിനുമായി നിറഞ്ഞ ഒരു പരിശുദ്ധ സ്ഥലത്തേക്കാണ് നമ്മളിത് പോകുന്നത്. സ്വിറ്റ്സർലാൻഡിലെ ബാസൽ നഗരത്തിൽ നിന്ന് 20 കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം. നമ്മൾക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ നമ്മൾക്ക് ബസ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായി കാറിൽ വരാം. ഒരുപാട് ബസ് സർവീസുകൾ ഉണ്ട് കേട്ടോ ബാസലിൽ നിന്ന് മറിയ സ്റ്റൈനിലേക്ക്. ഓക്കെ, വർഷം മുഴുവൻ നമ്മൾക്കായിട്ട് ഈ പള്ളി തുറന്നിട്ടിരിക്കുകയാണ്. പിന്നെ മറിയത്തിന്റെ മെയിൻ തിരുനാളായ നമ്മളുടെ മരിയയുടെ തിരുനാൾ ഓഗസ്റ്റ് 15-നാണ് ഇവിടെ ആഘോഷിച്ചു വരുന്നത്. ഈ പള്ളി നിലകൊള്ളുന്നത് ഫ്രാൻസ് അതിർത്തിക്ക് വളരെ അടുത്തുള്ള ഒരു പർവ്വത പ്രദേശത്തിലാണ്. ഇവിടെ പള്ളിയോട് ചേർന്ന് ബെനഡിക്റ്റൻ സന്യാസിമാർ നടത്തുന്ന മഠവുമുണ്ട്. അപ്പൊ ഞങ്ങള് ആദ്യമേ കയറുന്നത് ഈ മഠം നടത്തുന്ന ഒരു കടയിലേക്കാണ്. അപ്പോൾ ഇവിടുത്തെ ക്രിസ്മസിന്റെ ഡെക്കറേഷനുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ദൃശ്യങ്ങൾ ഞാനിവിടെ പകർത്തിയിട്ടുണ്ട് കേട്ടോ. ആ കടയിൽ എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, എന്തൊക്കെ സാധനങ്ങളാണ് അവിടെ ഉള്ളത് എന്നൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത്. ക്രിസ്മസ് ട്രീ ഒക്കെ വളരെ മനോഹരമായി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് പുൽക്കൂടിന്റെ വെറൈറ്റികൾ ഉണ്ട് കേട്ടോ ഇവിടെ. അതുപോലെ തന്നെ പല പല ഡെക്കറേഷൻ, ക്രിസ്മസിന് വേണ്ട ഡെക്കറേഷൻ, പിന്നെ കുരിശിത്തറച്ച ഈശോന്റെ രൂപങ്ങൾ, പല കാര്യങ്ങൾ എല്ലാം തടിയിൽ കൊത്തുപണി ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. എല്ലാത്തിനും 150 ഫ്രാങ്ക് തൊട്ടാണ് ഓൾമോസ്റ്റ് എല്ലാത്തിന്റെയും വില തുടങ്ങുന്നത്. സ്വിറ്റ്സർലാൻഡിൽ നമ്മൾക്ക് വില ചിന്തിക്കാനേ പറ്റില്ല, എല്ലാത്തിനും ഭയങ്കര വിലയാണ്. പുതിയതായി പ്രഖ്യാപിച്ച വിശുദ്ധനായ സെന്റ് കാർലോസിന്റെ രൂപങ്ങൾ വരെ അവിടെ തടിയിൽ കൊത്തി വെച്ചിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ? പിന്നെ കണ്ടില്ലേ, പലതരത്തിലുള്ള മാതാവിന്റെ രൂപങ്ങള്, മാലാഹമാര്, സുന്ദരികളായിട്ടുള്ള മാലാഹമാര് കണ്ടിട്ടാണെങ്കിൽ കൊതിയാവുമായിരുന്നു. പിന്നെ ധൂപക്കുറ്റി എല്ലാം അവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇതാ കണ്ടില്ലേ, ഇതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുൽക്കൂട്. പിന്നെ മാതാവിന്റെ ഒരുപാട് രൂപങ്ങളുണ്ട് കേട്ടോ. ഞാൻ ഇതാണ് സെലക്ട് ചെയ്തത്. എനിക്ക് ഈ മാതാവിനെ കണ്ടപ്പം എന്തോ ഒരു ഓമനത്വം തോന്നി. അതുകൊണ്ട് എനിക്ക് ഈ മാതാവിനെ മതി എന്ന് പറഞ്ഞ് ഞാൻ ഇതാണ് അവിടെ നിന്ന് എടുത്തത്. ഇത് ഒരു സാധനം മാത്രമാണ്. പിന്നെ ഞങ്ങൾ പോകുന്നത് വൈറ്റ് ഫാസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോളി വാട്ടർ. ഈ ഒരു കടയിൽ നമുക്ക് ഫ്രീ ആയിട്ട്, മഠം നടത്തുന്നതായതുകൊണ്ട് ഈ ഒരു കടയിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഹോളി വാട്ടർ ഈ പൈപ്പ് വഴി നമുക്ക് ലഭിക്കും. നമ്മൾ കൊണ്ടുപോകുന്ന പാത്രത്തിൽ നമുക്ക് ഹോളി വാട്ടർ എടുക്കാവുന്നതാണ്. അപ്പം ഞാനൊരു പാത്രം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതിൽ നിറയെ ഞാൻ ഹോളി വാട്ടർ എടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇവിടെ പോകുന്നുണ്ടെങ്കിൽ ഈ കടയിൽ കയറി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഹോളി വാട്ടർ എടുക്കാവുന്നതാണ്. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് ബില്ലിങ്ങിലേക്ക് പോവാണ്. അവിടുത്തെ കുറെ കാഴ്ചകളാണ് കേട്ടോ. ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അത് കൊടുത്തു. അതിനുശേഷം പൈസ കൊടുത്ത് ബില്ലടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കുന്നത്. നല്ലൊരു ഭംഗിയുള്ള ഒരു കടയാണ്. ഒരുപാട് സാധനങ്ങളുണ്ട്. പക്ഷേ വില കാരണം നമുക്കൊന്നും എടുക്കാൻ തോന്നുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. മറിയ സ്റ്റൈൻ തീർത്ഥാടന കേന്ദ്രത്തിന്റെ ആരംഭം ഒരു അത്ഭുത കഥയിൽ നിന്നാണ്. ഒരു അമ്മയും കുഞ്ഞും പാറക്കെട്ടിന് സമീപം നിന്നപ്പോൾ കുഞ്ഞ് ആഴങ്ങളിലുള്ള പാറച്ചെരിവിലേക്ക് വീണു. പക്ഷെ ഒന്നും സംഭവിക്കാതെ അത്ഭുതകരമായി കുഞ്ഞ് രക്ഷപ്പെട്ടു. അതോടെ കുഞ്ഞിന്റെ അമ്മ വിശ്വസിച്ചു മാതാവാണ് കുഞ്ഞിനെ രക്ഷിച്ചതെന്ന്. ആ വിശ്വാസം ജനങ്ങളിലേക്കും പടർന്നു. അതിന്റെ ഓർമ്മയ്ക്കായി പാറക്കെട്ടിനുള്ളിൽ ഗുഹയിൽ
ഒരു ചെറിയ ചാപ്പൽ പണിതു. ഇതാണ് മറിയ സ്റ്റൈലിന്റെ ജനനം. നമുക്ക് പള്ളിക്കുള്ളിലേക്ക് കടന്നാലോ? ബാരക് ശൈലിയിൽ പണി തീർത്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചർച്ചാണിത്. അതെ, നമുക്ക് അകത്തേക്ക് കയറാം. അകത്തേക്ക് കയറുമ്പോൾ നിങ്ങളെ കണ്ണിൽ ആകർഷിക്കുന്നത് ആദ്യമേ ഈ ഗോൾഡൻ അൾത്താരയാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പള്ളിയിലെ എല്ലാ കുത്തുപണികളും മനോഹരമായിട്ടാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. നോക്കിക്കേ നിങ്ങൾ, എന്ത് ശാന്തമാണെന്ന് അറിയാമോ? അതുപോലെ തന്നെ നമുക്ക് മാതാവിന്റെ ഒരു പ്രസൻസ് അവിടെ കയറുമ്പോൾ തന്നെ മാതാവിന്റെ ഒരു പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യും. ശാന്തം, ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം. ഇത്രയും ക്വയറ്റ് ആയിട്ട്, ബ്യൂട്ടിഫുൾ ആയിട്ട്, സമാധാനത്തോട് ഇച്ചിരി നേരം ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്ഥലമാണ്. നിങ്ങൾക്ക് ഇവിടെ വന്ന് സന്ദർശിക്കാം കേട്ടോ. പണ്ട് കാലത്ത് മൈക്കൊന്നും ഇല്ലായിരുന്നപ്പോൾ ഉപയോഗിച്ചിരുന്ന ഒരു ഗോപുരമാണ് നിങ്ങൾ ആ കാണുന്നത്. ആ ഗോപുരത്തിൽ കയറി നിന്നിട്ടാണ് പ്രസംഗിക്കുന്നവർ പ്രസംഗിക്കുന്നത്. അപ്പോൾ പള്ളി വരുന്ന എല്ലാവർക്കും അവരുടെ ശബ്ദം കേൾക്കാം. അൾത്താരയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ബാക്കിലുള്ളവർക്ക് സൗണ്ട് കേൾക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് അവർ അത് ഉപയോഗിച്ച് പ്രസംഗങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ പലതരം മധ്യസ്ഥ പ്രാർത്ഥനകൾക്ക് വേണ്ടി പേര് കേട്ട ഒരു പള്ളിയാണ്. രോഗശാന്തി, യാത്രാ സുരക്ഷ, കുടുംബശക്തി, ഇങ്ങനെ പലതായി ഇങ്ങനെ പോകുന്നു. അതുപോലെ തന്നെ അമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും ബന്ധപ്പെട്ടിട്ടുള്ള അനുഗ്രഹം, ഇങ്ങനെ പല രീതിയിലാണ് ഇവിടെ ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കാറ്. അതുപോലെ തന്നെ ഇവിടെ ജർമ്മനിയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും സ്വിറ്റ്സർലാൻഡിൽ നിന്നും ഉള്ള ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാർ ഇന്നും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പള്ളിക്കുപരി മറിയ സ്റ്റൈൻ എന്ന് പറയുന്നത് ഒരു മഠം കൂടിയാണ്. ആബയിൽ നിന്ന് ബെനഡിക്റ്റിൻ സന്യാസിമാർ 1648 ഇവിടെ വന്ന് മഠം സ്ഥാപിച്ചു. അങ്ങനെ അതിനെ മറിയ സ്റ്റൈൻ ആബെ എന്ന് അറിയപ്പെട്ടു. ഈ പള്ളി ഒരുപാട് ചരിത്ര സംഭവങ്ങൾ കൂടി കടന്നുപോയിട്ടുണ്ട്. അതുപോലെ ഒരു സംഭവമാണ് ഫ്രഞ്ച് റവല്യൂഷൻ 1792-1798. ഈ സമയത്ത് ഫ്രഞ്ച് സൈനികർ ഇവിടുത്തെ ഈ പള്ളി പിടിച്ചടക്കുകയും മഠം അടയ്ക്കുകയും സന്യാസിമാരെ നാട് കടത്തുകയും അതുപോലെ തന്നെ ഒരുപാട് വിശുദ്ധ സാധനങ്ങൾ അവർ നശിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് കഷ്ടതയിൽ കൂടി ഒക്കെ ഈ പള്ളി കടന്നുപോയി. അങ്ങനെ ഒരുപാട് ഹിസ്റ്ററി നിറഞ്ഞ ഒരു പള്ളിയാണ് നമ്മുടെ മധ്യസ്ഥ. അങ്ങനെ ദീർഘകാലത്തെ പോരാട്ടത്തിന് ശേഷം 1970 സ്വിറ്റ്സർലാൻഡ് ഗവൺമെന്റ് മഠത്തിനെ പുനരാരംഭിക്കുകയും സന്യാസിമാരൊക്കെ തിരിച്ചു മഠത്തിലേക്ക് വരികയും അതുപോലെ തന്നെ തീർത്ഥാടന കേന്ദ്രം ഒന്നുകൂടെ വിപുലീകരിക്കുകയും ചെയ്തു. അങ്ങനെ കാണുന്ന ഈ ചർച്ചാണ് ഇപ്പൊ നമ്മളുടെ മറിയ സ്റ്റൈൻ. ഞാനും മക്കളും കൂടി മെഴുകുതിരിയൊക്കെ കത്തിച്ച് കുറേ നേരം അവിടെ മെഴുകുതിരിച്ചു. നമ്മളുടെ ഒരു സമാധാനത്തിന്, നമ്മളുടെ ഒരു പീസിന് വേണ്ടിയിട്ട്, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം പ്രാർത്ഥിച്ചു. ഇതൊക്കെയാണ് കേട്ടോ അവിടുത്തെ കുമ്പസാരക്കൂട്. ഏകദേശം 6ഓളം കുമ്പസാരക്കൂടുകളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ചുവർചിത്രങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. എല്ലാം മനോഹരം. ഇനി നമ്മളൊരു പ്രധാന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾ ഒരുപാട് എക്സൈറ്റഡ് ആവും. തീർച്ചയായിട്ടും നമുക്കപ്പം അങ്ങോട്ടേക്ക് പോകാം. എങ്ങോട്ടാണ് നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 14-ാം നൂറ്റാണ്ടിൽ ഞാൻ പറഞ്ഞില്ലേ, പാറകൾക്കിടയിലെ ഗുഹയില് ഒരു ചാപ്പൽ ഉണ്ടായിരുന്നു. ആ ചാപ്പലിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം അത് അണ്ടർഗ്രൗണ്ടിലാണ്. നമ്മൾ ഒരുപാട് സ്റ്റെപ്പ് ഒക്കെ ഇറങ്ങി താഴെ പോയി കുറേ ഗുഹയ്ക്കകത്തൂടെ ഒക്കെ നടന്ന് വേണം നമ്മൾ ആ ചാപ്പലിൽ എത്താൻ. അപ്പം നമുക്ക് അങ്ങോട്ട് പോവല്ലേ. അതുപോലെ തന്നെ ഒരുപാട് മാതാവിന് നന്ദി പറഞ്ഞിട്ടുള്ള ഒരുപാട് ഫലകങ്ങൾ ഇവിടെ ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അത് തമിഴിലുണ്ട്, മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്, ജർമ്മനിലുണ്ട്, ഒരുപാട് ലാംഗ്വേജിലുണ്ട്. ഞാൻ കുറച്ചൊക്കെ നമ്മളുടെ മലയാളികളുടെ കുറെയൊക്കെ ഫലകങ്ങൾ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഫലകങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഈ മാർബിളിൽ കൊത്തിയിട്ടാണ് അവരതിങ്ങനെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ. മാതാവിനോട് നന്ദി സൂചകമായി ഒരുപാട് പേര് നന്ദി പറഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ് അവിടെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ നടക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പോൾ നമ്മൾ ഒരുപാട് ഫലകങ്ങൾ, എല്ലാവരും നന്ദി പറഞ്ഞിട്ടുള്ള ഒരുപാട് ഫലകങ്ങൾ നമുക്ക് കാണും. അങ്ങനെ നമ്മൾ ഇങ്ങനെ ഇതൊരു ഗുഹയാണ് കേട്ടോ. അതിങ്ങനെ അവര് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ നടന്നു തുടങ്ങുകയാണ്. കുറേ നടക്കാനുണ്ട്. അപ്പൊ നമ്മൾ നടന്ന് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഗുഹയ്ക്കകത്തൂടെ. അപ്പം കർത്താവിന്റെ ഒരു കുരിശിത്തറക്കുന്നതിന് മുമ്പേ ഉള്ള ഒരു രൂപമൊക്കെ ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇതാണ് ഗുഹ. ഒരുപാട് നമ്മൾ നടക്കാനുണ്ട്. ഏകദേശം ഒരു 300 മീറ്ററിന്റെ അടുത്ത് നമ്മൾ ഈ ഗുഹയ്ക്കകത്തൂടെ അങ്ങനെ നടന്ന് നമ്മൾ പോകണം.
അപ്പൊ നമ്മൾ ഇങ്ങനെ നടന്നു വരുമ്പോൾ അവിടെ കുറെ മാതാവിന്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് ഓരോ സ്ഥലങ്ങളുണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. അവിടെ നമുക്ക് പ്രാർത്ഥിക്കാം. ചിലതൊക്കെ നമ്മൾ ക്ലോസ് ചെയ്തിട്ടേക്കാണ്. അപ്പം ഞാൻ ഇങ്ങനെ ഈ ഗുഹയ്ക്കകത്തൂടെ നടക്കുന്നത് ഒരുപാട് കാണിക്കുന്നില്ല. എന്നാലും ഞാൻ കുറെയൊക്കെ വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒരു ബോറായി തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരുപാട് വീഡിയോയിലേക്ക് കാണിക്കുന്നുണ്ട്. ഓക്കെ. ഇനി നമ്മളിങ്ങനെ നടന്ന് നടന്ന് ചെല്ലുമ്പോൾ ഈ ഒരു ചാപ്പലല്ല, ഒരു കുഞ്ഞു റൂം പോലെ നമുക്ക് തോന്നും. അവിടെ ഈശോന്റെ ഒരു ക്രൂശി തറച്ച ഒരു രൂപം വെച്ചിട്ടുണ്ട്. അതിന്റെ അപ്പുറത്ത് തന്നെ ഒരു റൂമുണ്ട്. അവിടെ നമുക്ക് കയറി പ്രാർത്ഥിക്കുകയും മെഴുകുതിരി കത്തിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ നമ്മൾ അവിടെ കയറിയില്ല, കാരണം അത് അവിടെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് നമ്മൾ അവിടെ കയറിയില്ല. ഇനി നമുക്ക് പോകാനുള്ളത് താഴോട്ടാണ്. ഇനി നമ്മൾ ആ ഗുഹയിലേക്ക് ഇറങ്ങി പോവാണ്. 59 സ്റ്റെപ്പുകളാണ് ഇനി താഴോട്ടുള്ളത്. ഞാൻ ഇങ്ങനെ നടക്കാൻ തുടങ്ങി. നല്ല ആ ഒരു പാറയിൽ തന്നെ അവർ കൊത്തിയെടുത്തിട്ടുള്ള ആ സൈഡൊക്കെ കണ്ടില്ലേ, ഫുൾ പാറയാണ്. അപ്പം അവിടെ കൂടെ കൊത്തിയെടുത്ത ഒരു സ്പേസിൽ കൂടെയാണ് ഈ സ്റ്റെപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ നടന്നു ചെല്ലുമ്പം ഒരു വിൻഡോ കാണാം. വിൻഡോയുടെ അകത്തൂടെ താഴേക്ക് നോക്കുമ്പോൾ അതുവഴി റോഡും അതുപോലെ തന്നെ ഈ മലയുടെ മേളിൽ പള്ളി ഇരിക്കുന്ന ഫീല് നമുക്ക് ഈ വിൻഡോയിൽ കൂടെ നോക്കുമ്പോഴാണ് ശരിക്കും കിട്ടുന്നത്. ഫ്രണ്ടിൽ കൂടെ കയറുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് കിട്ടില്ല. അതായത് നമ്മൾ ഈ ചാപ്പലിൽ ഏകദേശം എത്തിക്കഴിഞ്ഞു. നേരെ കാണുന്ന കണ്ടില്ലേ, അത് ചാപ്പലിന് അങ്ങോട്ടുള്ള ഡോറിലേക്കാണ് നമ്മൾ എത്തുന്നത്. അപ്പൊ നമുക്ക് പതുക്കെ അങ്ങോട്ട് നടക്കാം. അങ്ങനെ നമ്മള് ചാപ്പലിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇതാ കണ്ടില്ലേ, ആ പാറയൊക്കെ കണ്ടോ, അതുപോലെ അവർ മെയിൻറ്റെയിൻ ചെയ്തേക്കാം. നമ്മൾ ഒരിക്കലും ഇതിന്റെ അകത്തുള്ള ആ കാഴ്ച നമ്മൾ വിശ്വസിക്കത്തേ ഇല്ല. ഈ പാറയിലൊക്കെ ഒന്ന് തൊട്ട് നോക്കി എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മൾ ഈ അകത്തെ കാഴ്ച ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കില്ല. നമുക്ക് കണ്ടു നോക്കാം. ഞാൻ അകത്തേക്ക് കയറുകയാണ്. നിങ്ങൾക്ക് എന്റെ കൂടെ വരാം. ദാ, ഇതാണ് ആ ചാപ്പലിന്റെ അകം. ചാപ്പലിന്റെ അകത്ത് കണ്ടില്ലേ, മാതാവിന്റെ ആ ഒരു ഇവിടെ എങ്ങനെയാണോ അവര് മാതാവിനെ ആരാധിക്കുന്നത് ആ രീതിയിലുള്ള ഡ്രസ്സിലാണ് മാതാവിനെ ഒരുക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഫുൾ പാറയാണ്. പാറയ്ക്കകത്താണ് മാതാവിന്റെ രൂപം അവര് ഒരുക്കി വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയാണ് മാതാവിനെ കാണാൻ. നമുക്കൊരു എന്താണ് മാതാവിന്റെ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഫീൽ നമുക്ക് ഇവിടുന്ന് കിട്ടും. ഞാൻ ഒരുപാട് നേരം ഇവിടുന്ന് പ്രാർത്ഥിച്ചു. കണ്ടില്ലേ, ആ പാറയൊക്കെ കണ്ടില്ലേ, ആ പാറയ്ക്കകത്താണ് ഇവിടെ അത്ഭുതങ്ങൾ നടന്നത് എന്നാണ് ഇവിടെയുള്ള ജനങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമുക്കൊരു മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെക്കാനുള്ളൊരു സ്പേസ് ഇവിടെ ഉണ്ട്. അപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് പോവാണ്. അവിടെ തന്നെ ഈശോനെ ക്രൂശിൽ എടുത്തിട്ട് ഉള്ള ഒരു രൂപം അവിടെ അവര് അറേഞ്ച് ചെയ്ത്, മീൻസ് കാണാൻ നമുക്ക് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഞാനിപ്പോ കാണിക്കുന്നത്. ഈശോന്റെ രൂപമാണത്. അത് അവിടെ ഉണ്ട്. അങ്ങനെ ഞാൻ മെഴുകുതിരി കത്തിക്കുന്നിടത്തു നിന്നുള്ള ഒരു വ്യൂ ആണ്. കണ്ടില്ലേ, യഥാർത്ഥ ഗുഹ. ഇതാണ് യഥാർത്ഥത്തിൽ ആ ചാപ്പൽ എന്ന് പറയുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ. നമുക്ക് ഒരു തവണയെങ്കിലും നമുക്ക് അവിടെ പോയി കാണാൻ പറ്റുമെങ്കിൽ നമ്മൾ ആ ചാൻസ് മിസ്സാക്കരുത്. നമ്മൾ പോയി കാണണം. അങ്ങനെ സ്വിറ്റ്സർലാൻഡിലോ ജർമ്മനിയിലോ ഒക്കെ താമസിക്കുന്നവർക്ക് നിങ്ങൾക്ക് പോയി വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ. അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചാപ്പലാണ്. അതുപോലെ തന്നെ നമ്മളുടെ ആവശ്യങ്ങൾ ഈ ബുക്കിൽ എഴുതാം കേട്ടോ. നമുക്ക് നന്ദി പറയണമെങ്കിൽ മാതാവിനോട് നന്ദി പറയാൻ ആ ബുക്കിൽ എഴുതാം. എല്ലാ കാര്യങ്ങളും നമുക്ക് ആ ബുക്കിൽ എഴുതാം. അതുപോലെ തന്നെ എന്റെ മോൻ പ്രാർത്ഥിക്കുകയാണ്. മെഴുകുതിരിയൊക്കെ കത്തിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ വീഡിയോ ആണ്. അവരെയും കൂടെ ഞാൻ വീഡിയോയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തിരുന്നു കേട്ടോ. ഭയങ്കര പ്രാർത്ഥനയാണ്. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. പപ്പേനെയും മമ്മീനെയും ഒക്കെ രക്ഷിക്കണേന്നൊക്കെ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾ കുറച്ച് ഹോളി വാട്ടർ എടുത്തു. മോളുടെ നെറ്റിയിൽ തേച്ച് കൊടുത്തു, ഷാന്റെ നെറ്റിയിൽ തേച്ച് കൊടുത്ത് കുഞ്ഞിന് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾ ഒരു കാഴ്ച കണ്ടത്. കണ്ടില്ലേ, ഈ പാറക്കിടയിലൊക്കെ കുറെ ആൾക്കാരെ ഇങ്ങനെ കോയിൻസ് വെച്ചേക്കണം. കണ്ടില്ലേ, ഈ കോയിൻസിന്റെ ഫോട്ടോ ഒക്കെ വീഡിയോ ഞാൻ കറക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം പിള്ളേർക്ക് ഒരു ആഗ്രഹം, അവർക്കും കോയിൻ വെക്കണം. അങ്ങനെ ആ മോളുടെ കയ്യിൽ ഒരു കോയിൻ കൊടുത്തു. അവളെ കോയിൻ വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ അവളെ ഇങ്ങനെ കൊടുക്കുകയാണ് ഷാൻ. അങ്ങനെ അവള് ആ കോയിൻ ആണെങ്കിൽ ആ ഗുഹയ്ക്കകത്ത് വെച്ചു. അത് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അത് വെച്ചോണ്ട് പുള്ളിക്കാരി ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ അടുത്ത മോനാണ്. മോനോടും വെക്കാൻ പറഞ്ഞു. അവനും അത് വെച്ചു. പിള്ളേർക്കൊരു സന്തോഷം. അതങ്ങനെ വെക്കുന്നതുകൊണ്ട് അതൊരു ആചാരമൊന്നുമല്ല. പക്ഷെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അതൊന്ന് വെക്കാൻ തോന്നും. അതുപോലെ തന്നെ ഞാനൊരു വ്യൂ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, നമ്മൾ ഈ ഒരു മലയിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ ആണത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് സ്റ്റെപ്പൊക്കെ കയറി അങ്ങനെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിലാണ്. അതുപോലെ ഈ 59 സ്റ്റെപ്പ് ഞങ്ങൾ ഇങ്ങനെ മേലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ മോളും ഞാനും ഒക്കെ കൂടി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഹായ് ഒക്കെ പറയുന്നുണ്ട് ഒരാൾ. ഇങ്ങനെ ഞങ്ങൾ തിരിച്ച് നടന്നു പോവുകയാണ്.
ഇവിടെ വന്ന് ഇറങ്ങിയപ്പം ഒരു മനസ്സിന് ഇവിടുന്ന് ഇറങ്ങിയപ്പം നമുക്ക് മനസ്സിന് കിട്ടുന്ന ഒരു ആശ്വാസം വളരെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡാണ് നമുക്ക് കിട്ടും. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാണ്. എന്നിട്ട് ഇതാ പള്ളിയുടെ മുറ്റത്തൊക്കെ മോളിങ്ങനെ ഓടിക്കളിക്കുന്ന കുറച്ച് വീഡിയോ ആണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അവരും ഇങ്ങനെ ഓടി ഓടി കളിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതാ ഇവിടുത്തെ കുറെ വില്ലേജുകളൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അതൊക്കെ നോക്കിക്കോളൂ. ഇതാ നല്ല ബ്യൂട്ടിഫുൾ ആണ്. ലൈറ്റ് ഒക്കെ ഇട്ട് നമ്മളൊരു സന്ധ്യയൊക്കെ ആയി കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് സ്വിറ്റ്സർലാൻഡിലെ വീടുകളും ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തിരിച്ചു വരുമ്പോൾ ജർമ്മൻ ബോർഡറും സ്വിറ്റ്സർലാൻഡ് ബോർഡറും കൂടി ഉള്ള ഒരു വീഡിയോയും കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഞങ്ങൾ ബോർഡർ ക്രോസ് ചെയ്യുന്നത്. കാരണം ഞങ്ങൾ ജർമ്മനിയിലാണ് താമസിക്കുന്നത്. പക്ഷെ നമ്മൾ സ്വിറ്റ്സർലാൻഡിലാണ് പോയിട്ട് വരുന്നത്. അപ്പം നമ്മളുടെ എങ്ങനെയാണ് ബോർഡർ ക്രോസിംഗ് എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. നമ്മൾ ഇവിടെ തന്നെ ഉള്ള വണ്ടി ആയതുകൊണ്ടും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും പാസ് ചെയ്യുന്നതുകൊണ്ടും നമുക്ക് അങ്ങനെ ചെക്കിംഗ് ഒന്നുമില്ല. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അതുവഴി എത്ര 10 km/h നമ്മൾ ഓടിച്ചങ്ങ് പോവുക. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതാ കണ്ടോ പോലീസിന്റെ വണ്ടി അവിടെ ഉണ്ട്. അവര് കൈ കാണിച്ച് നമ്മളെ നിർത്തും. അപ്പൊ ഇതൊക്കെയായിരുന്നു എന്റെ വീഡിയോയിൽ നിന്നുള്ളത്. അപ്പം എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഒരുപാട് താങ്ക്സ് ഉണ്ട് ഗൈസ്. അപ്പം നമുക്ക് വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ.